പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് പോലീസ് ഇത് അന്വേഷിച്ചാൽ ഒരിക്കലും ഇത് കണ്ടുപിടിക്കത്തില്ല. മോഹൻലാലിനെ, കേരളത്തിൻ്റെ സ്വത്തായ മോഹൻലാലിനെ വിറ്റ് കാശ് വാങ്ങിച്ചു. ഗൂഢാലോചനയൊന്നുമല്ല, ശരിയായിട്ട് കണക്ക് കൂട്ടി മോഷ്ടിക്കാൻ വേണ്ടി ചെയ്ത. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ഉണ്ണികൃഷ്ണൻ പോറ്റി വെറും ഒരു ഇതാണ്, ഒരു സ്റ്റൂജാണ്. അയാളെ മുമ്പിൽ നിർത്തിയേക്കാണ്. ഇത് ഗൂഢാലോചന മാത്രമല്ല, ശരിയായ ആലോചനയാണ്. ശരിയായിട്ട് തന്നെ ഇത് മോഷ്ടിച്ചതാണ്, മോഷണമാണ്. അയാൾ പറയുന്ന അയാളുടെ വീട്ടുകാർ പോലും വിശ്വസിക്കത്തില്ല. അതാണല്ലോ അയാൾ പറയുന്ന കാര്യങ്ങൾ. ഈ അയ്യപ്പനെ വിറ്റ് ഇവൻ കാശ് വാങ്ങിച്ചാണ് നാട് നീളെ കൊണ്ടു നടന്ന് ലേലം ചെയ്ത്. ഇത് യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റിന് പോലും കൈയുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് സർക്കാരിനും ദേവസ്വം ബോർഡിനും ചെറുതല്ലാത്ത തിരിച്ചടിയാണ്. ADGP H വെങ്കിടേഷിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘമാണ് കേസ് അന്വേഷിക്കുക. സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തിൽ ഉണ്ടാകും. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും പങ്ക് അന്വേഷിക്കും. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇടക്കാല റിപ്പോർട്ട് നൽകാനും 1 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാനുമാണ് ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരുടെ ബെഞ്ചിന്റെ നിർദ്ദേശം. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ ചെമ്പുപാളികൾ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ സ്വർണം പൂശാൻ ചെന്നൈക്ക് കൊണ്ടുപോയ സംഭവത്തിൽ കോടതി സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. തുടർന്ന് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 1 പുറപ്പെടുവിച്ച ഉത്തരവ് മുതലുള്ള കാര്യങ്ങൾ കോടതി ഇന്ന് പരാമർശിച്ചു. പലതും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളായിരുന്നുവെന്ന് വ്യക്തമാക്കിയാണ് കോടതി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ജസ്റ്റിസ് കെമാൽ പാഷ സാർ ഒപ്പം ചേരുകയാണ്. സാർ, ഈ സ്വർണ്ണപ്പാളി സംബന്ധിച്ച വിവാദത്തിൽ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി SIT അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഒരു അന്വേഷണത്തിൽ എല്ലാം ചുരുളഴിയുമോ? അതെ, വളരെ കുറവാണ് അത് കാര്യം. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ നമ്മുടെ പോലീസുകാർ അന്വേഷിച്ചാലൊന്നും ഇത് തെളിയത്തില്ല. കാര്യം കേരള പോലീസ് എന്ന് പറയുന്നത് നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ കീഴിലാണല്ലോ. അപ്പം പിന്നെ അദ്ദേഹത്തിനും കൂടി ഇതിനകത്ത് ഒരു താല്പര്യം ഉണ്ടെങ്കിൽ എന്തോ അന്വേഷണം നടക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, ഒരു CBI അന്വേഷണം ഇതിനകത്ത് നിർബന്ധമാണ്, മസ്റ്റാണ്. കാരണം അത് ഞാൻ പറഞ്ഞ അയ്യപ്പൻ്റെ കാര്യമല്ലേ, ഒരു ഭഗവാന്റെ കാര്യം, വിശ്വാസികളുടെ പ്രശ്നമാണ്. അപ്പോൾ അത് വരുമ്പോൾ നിർബന്ധമായിട്ടും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഏജൻസി അത് അന്വേഷിക്കണം. ഇല്ലെങ്കിൽ ഇത് തെളിയത്തില്ല. എൻ്റെ കാരണം ഞാൻ പറയാൻ കാര്യം, ഈ ദേവസ്വം ബോർഡ്, അതായത് പ്രസിഡന്റുമാർ 2019 മുതൽ ഉള്ള ഇടപാടാണ് ഉള്ളത്. അത് വേറെ ഏത് പാർട്ടിയാണ് ഭരിക്കുന്നത് നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അവർ ഇതിനകത്ത് നേരത്തെ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. പത്മകുമാർ പറഞ്ഞത് ഇത് ചെമ്പുപാളിയായിരുന്നു. അയാളൊക്കെ തീരുമാനിച്ചു. ഇയാൾ ആരെ തീരുമാനിക്കുന്നത് ചെമ്പുപാളിയാണെന്ന്? ചെമ്പുപാളിയാണ് കൊണ്ട് കൊടുത്തതെന്ന് ഇയാളങ്ങ് തീരുമാനിച്ചു ചെമ്പുപാളി കൊണ്ടുപോകുന്നതാണെന്ന്. നേരെ മറിച്ച് വിജയമല്യയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ പണമൊന്നുമല്ലല്ലോ, കണ്ടവൻ്റെ പണമല്ലേ. അപ്പം അയാൾക്കത് പ്രശ്നമൊന്നുമല്ല. ഇഷ്ടം പോലെ 30 കിലോ, ഏതാണ്ട് 31 കിലോ സ്വർണം കൊടുത്തതാണ് അവിടെ മുഴുവനായിട്ട്, അത് പൊതിയാനായിട്ട്. അത് 7 പാളിയാണ് ഈ ദ്വാരപാലകർക്ക് വേണ്ടി മാത്രം പൊതിയേക്കുന്നത്. 7 പാളി സ്വർണം. ഏറ്റവും കുറഞ്ഞത് ഒരു 5 കിലോ കൂടുതൽ സ്വർണ്ണമുണ്ട്. ഈ സ്വർണം എല്ലാം അഴിച്ചു മാറ്റിയിട്ട് അവിടെ ചെമ്പുപാളിയായിരുന്നു ഉണ്ടായിരുന്നെന്ന് ഇയാളങ്ങ് തീർത്ത് പറയുക. അങ്ങനെ തീർത്ത് പറയുന്ന ഒരൊറ്റ കാരണം കൊണ്ട്, ഇവരുടെ അന്വേഷണം കൊണ്ട് ഒരു കാര്യവും തെളിയത്തില്ല. ഹൈക്കോടതിക്ക് എൻ്റെ അഭിപ്രായത്തിൽ അത് തെറ്റുപറ്റുന്നതേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഇത് ഒരു കാരണവശാലും ബാക്കിയൊക്കെ നല്ലതാണ്, അന്വേഷണമൊക്കെ നടത്തുന്നതും ഒക്കെ നല്ലതേ ഉള്ളൂ. പക്ഷേ ഈ അന്വേഷണം നിർബന്ധമായിട്ടും ഒരു ഔട്ട്സൈഡ് ഏജൻസിയെ ഏൽപ്പിക്കണം. ഇല്ലെങ്കിൽ ഇത് അപകടമാണ്. ചെമ്പുപാളിയൊന്നുമല്ല, സ്വർണ്ണപ്പാളി തന്നെയാണ്. അത് മുഴുവൻ മാറ്റിയിട്ട് അതിൻ്റെ ഡൂപ്പ് ഉണ്ടാക്കിയാണ് അവിടെ കൊണ്ട് കൊടുത്തത്. അവർക്ക് ആ കമ്പനിക്കാർ പറയുന്നത് അവിടെ കിട്ടിയത് ചെമ്പുപാളിയാണെന്നാണ്. ആ പറയുന്നതെന്ന് പറഞ്ഞാൽ KB പ്രദീപ്, കൊല്ലംകാരനാണ്. എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു അഭിഭാഷകനാണ്. എന്നെ ഒരുപാട് കേസ് വാദിച്ചിട്ടുള്ളതാണ്. വളരെ മിടുക്കനും സത്യസന്ധനുമായ ഒരു അഭിഭാഷകനാണ്. അയാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവിടെ അവരുടെ കമ്പനിയിൽ കിട്ടിയേക്കുന്നത് ഇത് ചെമ്പുപാളി മാത്രമാണ്. ആ ചെമ്പുപാളി അല്ലാതെ സ്വർണം പൂശി നിന്നെങ്കിൽ അവിടെ എടുക്കത്തില്ല. അതിനുശേഷം പിന്നെ അതിനകത്ത് സ്വർണം പൂശാനാണ് അവിടെ കൊണ്ട് കൊടുത്തേക്കുന്നത്. സ്വർണം പൂശുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, 3.9 ഗ്രാം സ്വർണം മതി അതിന്
പൂശാൻ, അതായത് ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തുക. അപ്പോൾ അതിന് പകരം ഈ സ്വർണം മുഴുവൻ അഴിച്ചു മാറ്റിയിട്ട് ചെമ്പ് പാളിയായിട്ട് കൊണ്ടു കൊടുത്തു. ആ കൊണ്ടു കൊടുക്കണമെന്നുണ്ടെങ്കിൽ പോലും പുതിയതുണ്ടാക്കണം, അല്ലാതെ നടക്കത്തില്ല. അത് പുതിയ ചെമ്പുപാളി വെച്ച് പണിഞ്ഞാണ്. അതുകൊണ്ടായി 39 ദിവസം ഇയാൾ താമസിച്ചത്. ഇത് കൊണ്ടുപോയി 39 ദിവസം ഇവൻ അടയിരിക്കാൻ ഇവൻ ആരാണ്? ഒന്നും മാത്രമല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആരാ ഇതിനകത്ത്? അയാൾക്ക് എന്താ ഇത് അധികാരമുള്ളത്? അതൊന്നും മനസ്സിലാക്കണ്ടേ? അതുപോലും അന്വേഷിക്കാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്ത് കൊണ്ടു കൊടുത്തെങ്കിൽ യവന്മാര് അതിനകത്തുനിന്ന് വീതം അടിച്ചിട്ടുണ്ട്. അത് തന്നെ കാര്യം. വീതമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നക്കപ്പിച്ച കിട്ടി കാണും, ബാക്കി യവന്മാർ അടിച്ചു കാണും. ഇത് തന്നെ സംഭവിച്ചേക്ക്. 2019 ജൂലൈയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പാളി എടുത്തു കൊണ്ടുപോയ ശേഷം ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളിൽ തിരിമറി സംഭവിച്ചുവെന്ന വാദത്തെ ശരിവെക്കുന്ന കണ്ടെത്തലാണ് ദേവസ്വം വിജിലൻസ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഗൂഢാലോചന സംശയിക്കണം? ഗൂഢാലോചനയൊന്നുമല്ല, ശരിയായിട്ട് കണക്ക് കൂട്ടി മോഷ്ടിക്കാൻ വേണ്ടി ചെയ്ത. കാരണം അയ്യപ്പന് സ്വന്തമായിട്ട് ചോദിക്കാൻ മാർഗമില്ലല്ലോ. ഒരു ഇന്നാനിമേറ്റ് ബോഡിയല്ലേ അയ്യപ്പൻ എന്ന് പറയുന്നത്, ഒരു ഭഗവാൻ. അദ്ദേഹം എന്ന് പറയുന്നത് നമുക്ക് യഥാർത്ഥത്തിലെ ഒരു മൈനറായിട്ട് കണക്കാക്കേണ്ടതാണ് അയ്യപ്പനെ. അപ്പം അയ്യപ്പൻ ഒരു DT ആണ്. ആ DTക്ക് ഒരു ലീഗൽ പേഴ്സണാണ് DT. ചോദിക്കാൻ മാർഗമൊന്നുമില്ല. അയ്യപ്പൻ ആരുടെ ചോദിക്കുന്നത്? ഇത് അയ്യപ്പൻ അറിയാതെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇത് അടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ആ അയ്യപ്പ ഭഗവാനെ പോലും യവന്മാരും മാറ്റിയില്ലെന്നുള്ളത് വലിയ കാര്യമാണ്. സത്യത്തിൽ ഉണ്ടല്ലോ, യവന്മാർ, ഞാൻ ഉദ്ദേശിച്ചത് ഈ അയ്യപ്പ ഭഗവാന്റെ DT ഉണ്ടല്ലോ അവിടുന്ന്, അതും കൂടെ യവന്മാരെ എടുത്തുകൊണ്ട് പോയി തിന്നനെ. ഒരു മാർഗമില്ലാത്തതുകൊണ്ടാണ് തിന്നാത്തത്, അല്ലെങ്കിൽ അതും കൂടെ കൊണ്ട് തിന്നനെ. ഇതിനകത്ത് നിർബന്ധമായിട്ടും യഥാർത്ഥത്തിൽ നടന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ കള്ളക്കളി, ഗൂഢാലോചനയൊന്നും അല്ല ഇത് നടന്നേക്കുന്നത്. ശരിയായ ആലോചനയാണ്, ഗൂഢമൊന്നുമല്ല. ഇത് മുഴുവൻ അടിച്ചു മാറ്റാൻ വേണ്ടി സ്വർണ്ണം, ഇത്രയും സ്വർണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണമുണ്ട്. അതായത് ഒരു 10-40 കോടി രൂപയുടെ സ്വർണം അവിടുന്ന് അടിച്ചുകൊണ്ടങ്ങ് പോയി. അടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാ ഇത് വേണ്ടത്? യവന്മാർക്കൊക്കെ തന്നെയല്ലേ അതിനുവേണ്ടി ചെയ്തേക്കുന്നതാണ്. എന്നിട്ട് അയ്യപ്പനെ വിറ്റ് കാശാക്കാനായിട്ട് അത് ആഗോള അയ്യപ്പ സംഗമം, അദ്ദേഹത്തിനെയും കൂടെ വിറ്റ് ദൈവത്തിനെയും കൂടെ, അതാണ് ചെയ്തേക്കുന്നത് ഇവിടെ. അല്ല വേറെ ഒന്നുമല്ല നടന്നേക്കുന്നത്. ഇത് ഗൂഢാലോചന മാത്രമല്ല, ശരിയായ ആലോചനയാണ്. ശരിയായിട്ട് തന്നെ ഇത് മോഷ്ടിച്ചതാണ്, മോഷണമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലും ദേവസ്വം ബോർഡിലും ചില കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന നിഗൂഢമായ മേൽക്കൈയും ഉദ്യോഗസ്ഥ വീഴ്ചയും സ്വർണ്ണപ്പാളി വിവാദത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുവെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ്. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാകും ഇതിൽ പങ്കാളി എന്ന് കരുതുന്നുണ്ടോ സാർ? അതോ മറ്റാരെങ്കിലും ഇതിന് പിന്നിലുണ്ടാകുമോ? ഒപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാമോ? ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ഉണ്ണികൃഷ്ണൻ പോറ്റി വെറും ഒരു ഇതാണ്, ഒരു സ്റ്റൂജാണ്. അയാളെ മുമ്പിൽ നിർത്തിയേക്കാണ്. അയാളെ നിർത്തിക്കൊണ്ടല്ലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. യവന്മാർക്ക് ഈ സ്വർണ്ണം അടിച്ചുകൊണ്ട് മാറ്റേണ്ടതിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു സ്റ്റൂജായിട്ട് കൊണ്ട് നിർത്തി, ഒരാൾ രൂപമായിട്ട് അയാളെ അവിടെ കൊണ്ട് നിർത്തി. എന്നിട്ട് ഈ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി. അതാണ് ഇവന്മാർ ചെയ്ത് വെച്ചേക്കുന്നത്. അതിനകത്ത് നമുക്ക് വേറെ പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ഇടപാടാണ് ഇവർ, ഇങ്ങനെയുള്ള കള്ളന്മാർ ചെയ്യുന്ന ഇടപാടാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് വിശ്വസിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയുന്ന അയാളുടെ വീട്ടുകാർ പോലും വിശ്വസിക്കത്തില്ല. അതാണല്ലോ അയാൾ പറയുന്ന കാര്യങ്ങൾ. അയാൾ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന എന്തുവാ? അയാൾ പറയുന്ന അയാളുടെ അമ്മ പറയുന്ന ആദ്യം ഒരുതൻ അവനെ വാസുദേവൻ, ഈ വാസുദേവൻ കൊണ്ട് കൊടുത്തെന്ന്. വാസുദേവൻ ഇയാൾ അളിയനാണ് ഈ വാസുദേവൻ എന്ന് പറയുന്നത്. നമുക്കറിയത്തില്ല, അതൊന്നും മിണ്ടിയിട്ടില്ല. വാസുദേവൻ കൊണ്ടൊന്ന് കൊടുത്തു. അവിടെ ഉറക്കമില്ല, അവർക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. അവർക്ക് ആഹാരം കഴിക്കാൻ പറ്റാത്തതെന്നോട് ഇവിടുത്തെ വിശ്വാസികളുടെ പ്രശ്നം. അവർ ആഹാരം കഴിക്കണ്ട, കാരണം ഇതുപോലെ മോഷണം നടത്തിയിട്ട് അവൻ എന്തിനാ തിന്നുന്നേ? ആഹാരം കഴിക്കണ്ട. ഇത് എന്നിട്ട് അവിടുന്ന് ഇവിടെ കൊണ്ടുവച്ചു. ഇവിടെ അലുമാരിക്കകത്ത് ബലമായിട്ട് കൊണ്ടുവച്ചെന്ന് കേട്ടോ, ഇവൻ്റെ അലുമാരയല്ലേ. എന്നിട്ട് അതിനുശേഷം ഇവനിതെടുത്ത് അവൻ്റെ പെങ്ങളുടെ വീട്ടിൽ കൊണ്ടു കൊടുത്തു. വെഞ്ഞാറമൂട്ടിൽ അല്ല, കാരേറ്റ്, പെങ്ങളുടെ വീട്ടിൽ കൊണ്ടു കൊടുത്തു. അവിടെയും കൊണ്ട് കൊടുത്ത്, വെഞ്ഞാറമൂടോ കാരേറ്റോ ഇത് എല്ലാ അടുത്തടുത്ത സ്ഥലങ്ങളാണ്, അവിടെ കൊണ്ടു കൊടുത്തു. അവിടെ നിന്നാണ് അവസാനം വിജിലൻസ് ഇത് കണ്ടെടുത്തത്. അപ്പോൾ ഇവൻ്റെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ സാധനം എടുക്കണമെങ്കിൽ ഇവൻ കൊണ്ടുവച്ചതാണ്. ഇത്രത്തോളം വലിയ കള്ളത്തരം കാണിക്കുന്ന ഒരുത്തനെ എങ്ങനെ വിശ്വസിക്കാൻ നോക്കും? അവൻ പറയുന്നത് എല്ലാം കള്ളമാണ്, മുഴുവൻ കള്ളമാണ്. അയാൾ കള്ളമല്ലാതെ അവൻ വാ തുറക്കത്തില്ല, കള്ളം മാത്രമാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജയറാമിൻ്റെ വീട്ടിൽ വിശ്രമിക്കാൻ പോയെന്ന് കേട്ടത്. ഈ സാധനം കൊണ്ട് ജയറാമിൻ്റെ വീടെന്ന് വഴിയമ്പലാന്ന് വിശ്രമിക്കാൻ.
ഞാൻ പറഞ്ഞ എൻ്റെ സുഹൃത്താണ് ജയറാം. ഞാൻ ഇതുവരെ ഞാൻ ചെന്നൈ പോകുമ്പോഴൊന്നും അവിടെ വിശ്രമിക്കാൻ ഞാൻ കയറിയിട്ടില്ല. എനിക്ക് അവിടെ യഥാർത്ഥ പ്രവേശനമുള്ളതാണ്. ഞാൻ അവിടെ കയറിയിട്ടില്ല, ഞാൻ പോയിട്ടില്ല. ജയറാം പറയുന്നത് സത്യമാണ്. അയാളെ ഒരു വിശ്വാസിയാണ്. അയാളെ തെറ്റിദ്ധരിപ്പിച്ചു. അയാളുടെ അടുത്ത് ഇതുപോലുള്ള പ്രശ്നം ഒന്നുകൊണ്ട് അയാൾ നോക്കിയപ്പോൾ അയ്യപ്പൻ്റെ ഇത്രത്തോളം വലിയ അടുപ്പമുള്ള ഈ സാധനങ്ങൾ കൊണ്ടുവരികയാണ്. ആ ക്ഷേത്രത്തിലെ ശബരിമല ക്ഷേത്രത്തിലെ ഒരു സാധനം എൻ്റെ വീട്ടിൽ വരിക എന്ന് പറഞ്ഞ് ചില്ലറ കാര്യമാണോ? അത് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. അയാൾ വലിയ വിശ്വാസിയാണ്. അയാൾ അത് ഇനി എത്ര രൂപ കൊടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കൊടുത്തിട്ടില്ലെന്ന് അയാളും പറയും. ഇവൻ ഒന്നും വാങ്ങിയിട്ടില്ല ഇവനും പറയും. ധൈര്യമായിട്ട് പറയാം. കാര്യം അയാൾക്ക് അതൊരു വിഷമമാണ്. അയാൾ ഈ ജയറാമിനെ പോലുള്ള ഒരാൾ അയാളുടെ വീട്ടിൽ ഇത് കൊണ്ടുവരുന്നതിന് ഒന്നും കൊടുത്തില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എനിക്ക് വിശ്വസിക്കാൻ ഒക്കില്ല. ഞാൻ പറഞ്ഞിട്ട് ജയറാം സുഹൃത്താണ്, ഞാൻ ഇത് ചോദിച്ചിട്ടുമില്ല. പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല. ജയറാമൊന്നും പറഞ്ഞിട്ടില്ല, ഇയാളൊന്നും ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ശരിയാണ്, ചോദിക്കണ്ട. ചോദിക്കാതെ ജയറാം കൊടുക്കും. ജയറാമിന് കൊടുക്കുന്നതിന് ബന്ധപ്പാടൊന്നുമില്ല, കൊടുക്കും. ജയറാമിന് അതുപോലെ സാമ്പത്തിക ശേഷിയുള്ള ആളാണ്. ജയറാം അത് കൊടുക്കും. പക്ഷേ ഇത് ചെയ്തു വച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ അയ്യപ്പനെ വിറ്റ് ഇവൻ കാശ് വാങ്ങിച്ചാണ് നാട് നീളെ കൊണ്ടു നടന്ന് ലേലം ചെയ്ത് ബാംഗ്ലൂർ കൊണ്ടുപോയി. അത് തന്ത്രിയുടെ ഇടപാട് കൊണ്ട് മാത്രം അത് അവിടെ മുടങ്ങിപ്പോയി. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോയി വിറ്റ് ചില്ലറ കാശൊന്നും അല്ല ഉണ്ടാക്കിയേക്കുന്നത്. മറ്റൊരു കാര്യം, ഈ സ്വർണ്ണപ്പാളികൾ അഴിച്ചപ്പോൾ അതിന്റെ തൂക്കം 42.8 കിലോഗ്രാം ആയിരുന്നു. ചെന്നൈയിൽ പരിശോധിച്ചപ്പോൾ 38.25 കിലോഗ്രാം. 4 കിലോയിലേറെ കുറവുണ്ടായിട്ടും ഈ ദേവസ്വം ബോർഡ് അത് അന്വേഷിക്കാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും? ആർക്ക് വേണ്ടിയാകും ദേവസ്വം ബോർഡ് പലതും ഒളിച്ചു വെക്കുന്നത്? എന്തായിരിക്കും ദേവസ്വം ബോർഡിന് ഇതിലുള്ള ലാഭം? അതിന് സംശയം എന്തുവാ? ഇതെന്തിനാ ഇത് ഒളിച്ചു വെക്കുന്ന ബോർഡ്? അതായത് 4 കിലോ 4.5 കിലോ സ്വർണം ഇതിൽ നിന്ന് പോയെന്നുള്ളത് അവർക്കറിയാമല്ലോ. കാരണം അവന്മാരെടുത്തല്ലേ, അവർക്ക് നന്നായിട്ട് അറിയാം. ഇനി അത് ഒളിച്ചു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം, അതിന് നമുക്ക് വേറെ പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. ഒരു ശകലം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കും, ബാക്കി മുഴുവൻ അവന്മാരെല്ലാം കൂടെ അടിച്ചു മാറ്റി. ഇത് യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ്റിന് പോലും കൈയുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സംഭവത്തിൽ. അതുകൊണ്ടാണല്ലോ ഇതിനകത്ത് യാതൊരു കാര്യം ഒരു അന്വേഷണം ഇന്ന് വരെ നമ്മൾ ഒരു സാധനം നമ്മുടെ എടുത്തിട്ട്, അതായത് ഒരാളുടെ വകയായിട്ടുള്ള ഒരു സാധനം എടുത്തൊന്ന് മൂവ് ചെയ്യുന്ന എന്തെന്നറിയോ? നമ്മൾ എടുത്തോണ്ട് പോകണ്ട, എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കുന്നു. എന്തിന്? ഇനി നാളെ ഇത് നോക്കുന്നില്ലെങ്കിൽ എനിക്ക് എടുത്തോണ്ട് പോകണം എന്നുള്ള ഉദ്ദേശത്തിൽ ഇത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പോലും തെഫ്റ്റാണ്. ഒഫൻസ് അവിടെ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു, അവിടെ തെഫ്റ്റ്. ഇവിടെ അയ്യപ്പൻ്റെ ഇതേപോലുള്ള സ്വർണ്ണപ്പാളി ഇത് മുഴുവൻ അടിച്ചു മാറ്റിയിട്ട് അതിനകത്ത് 4.5 കിലോ കുറവെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം ഇത് അടിച്ചു മാറ്റിയതാണല്ലോ. അത് അയാൾ എന്തുദ്ദേശത്തിലായാലും എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അത് തെഫ്റ്റാണ്, ഒഫൻസാണ്, അവിടെ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇത് ഇന്ന് വരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തവർ അന്വേഷിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല. ദേവസ്വം വിജിലൻസ് അന്വേഷിക്കും. ഹൈക്കോടതി പറഞ്ഞ് വിജിലൻസ് അന്വേഷണം കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. ഇതുകൊണ്ട് ഒന്നുമില്ല. ഇനി കേരള പോലീസ് ഇവിടെ എത്രയൊക്കെ അന്വേഷിച്ചാലും ഇത് ഈ പണത്തിന് മേലെ പറക്കാന്ന് നമ്മൾ പറയുന്നില്ലേ, അത് തന്നെ അവിടെ സംഭവിക്കുന്നത്. പിണറായിക്ക് മേലെ ആരെങ്കിലും പറക്കുമോ? ഇല്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളടക്കം അന്വേഷിക്കാൻ CBI വരട്ടെ എന്ന് സാർ നേരത്തെ അഭിപ്രായപ്പെട്ടതാണ്. CBI കൊണ്ട് മാത്രമേ ഇതിലെ സത്യം പുറത്തു വരികയുള്ളൂ. സത്യം. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞേ, പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് പോലീസ് ഇത് അന്വേഷിച്ചാൽ ഒരിക്കലും ഇത് കണ്ടുപിടിക്കാൻ ഒക്കത്തല്ല. ഈ കേരള പോലീസിലുള്ളവരും മിടുക്കന്മാരൊന്നും അല്ലാതെ ഞാൻ പറയുന്നില്ല, അവർ മിടുക്കന്മാരാണ്. പക്ഷേ അവരെ ഭരിക്കുന്ന ആളുകളെന്ന് പറയുന്നത് അതിലും വലിയ മിടുക്കരാണ്. ഈ പോലീസുകാരൊന്നും അല്ല. ഇവരെ കഴിയും മിടുക്കരാണ് ഇവർ തലപ്പത്തിരിക്കുന്നവർ. അങ്ങനെ വരുന്ന ഉടനെ ഒരു കാരണവശാലും ഇത് തെളിയാത്തതല്ല, തെളിയിക്കത്തില്ല. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു കേന്ദ്ര ഏജൻസി ഇത് അന്വേഷിക്കണം, ഇൻഡിപെൻഡന്റ് ഏജൻസി അന്വേഷിക്കണം, എന്നാലേ മാർഗമുള്ളൂ. സ്വർണ്ണപ്പാളി വിവാദം ശബരിമലയിലേതാണെങ്കിലും അതിലും ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ. നേരത്തെ യുവതീ പ്രവേശന വിവാദമുണ്ടായപ്പോൾ 2 തെരഞ്ഞെടുപ്പുകളിൽ LDFന് തിരിച്ചടിയേറ്റതാണ്. ഇക്കുറി സ്വർണ്ണപ്പാളി വിവാദമാകുമോ സർക്കാരിന് തലവേദനയാകാൻ പോകുന്നത്? ഈ സ്വർണ്ണപ്പാളി വിവാദം ഏത് രീതിയിലായിരിക്കും സർക്കാരിനെ ബാധിക്കുക? ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബോധമുള്ള മനുഷ്യരുണ്ടോ? ഞാൻ സാധാരണ പറയാറുണ്ട്,
ഇവിടുത്തെ വോട്ടർമാരെന്ന് പറയുന്ന വലിയ പ്രബുദ്ധരാണ്. ഒരു പ്രബുദ്ധതയില്ല. കാരണം ഈ സർക്കാരിൻ്റെ രണ്ടാമത് എമ്മാർ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ വോട്ടേഴ്സ് എത്രയോ അഴിമതി ആരോപണങ്ങളാണ് ഉണ്ടായിരുന്നത്. രമേശ് ചെന്നിത്തല എത്രയോ അഴിമതി ആരോപണങ്ങൾ കൊണ്ടുവന്നു പുറത്തോട്ട്. പക്ഷേ അതിന് രമേശ് ചെന്നിത്തലയുടെ കൂടെ നിൽക്കാൻ അന്ന് ആരുമില്ല. ഇപ്പം വി ഡി സതീശൻ ഒരുപാട് കാര്യങ്ങൾ പുറത്തോട്ട് പറയുന്നു. വി ഡി സതീശൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ പോലെ ഇതൊന്നുമില്ല. ഇത് അവസാനം വരുന്നത് എന്താണെന്നറിയോ? ഇവിടെ ഈ വോട്ടർമാർ തീരുമാനിക്കുന്നത് അവർ അന്നേരം കാണുമ്പോൾ ഇപ്പം എന്തെങ്കിലും ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കാണുന്നില്ലേ ഓരോന്ന്. ഇപ്പം മോഹൻലാലിനെ വിറ്റ് കാശ് വാങ്ങിച്ചില്ലേ? മോഹൻലാലിനെ, കേരളത്തിൻ്റെ സ്വത്തായ മോഹൻലാലിനെ വിറ്റ് കാശ് വാങ്ങിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നറിയാം, അയാളെയും കൂടെ PR ഏജൻസി ആയിട്ട് മാറ്റി. അതാണ് സംഭവിച്ചേക്കുന്നത്. അയാളെ കൊണ്ട് ഇത് റെഡിയാക്കി അയാൾക്ക് ഏതാണ്ട് കൊടുക്കുന്നെന്നും പറഞ്ഞ് ഉണ്ടാക്കി. ഇവനൊക്കെ എന്തു ചെയ്യുന്നതെന്ന് പറഞ്ഞ് നമ്മളൊന്ന് ആലോചിക്കും. അയ്യപ്പനെ ആദ്യം വിറ്റ് കാശ് വാങ്ങിച്ചു, അത് കഴിഞ്ഞ് ഇനി മോഹൻലാലിനെ വിറ്റ്. ഇതുപോലെ എത്ര പേര് വിരിക്കും വോട്ടിന് മുമ്പ്, ഇലക്ഷന് മുമ്പ്? നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. അവസാനം നമ്മൾ ഈ പറയുന്ന പോലൊന്നും അല്ല, ഇവിടുത്തെ പ്രബുദ്ധരായ ഒന്നുമല്ല വോട്ടർമാരെന്ന് പറയുന്നവർ. അപ്പം സമദൂര സിദ്ധാന്തം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് ഒരു സുഹൃത്ത് ചോദിച്ചു, ഈ സമദൂര സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ എന്തുവാ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ഒരു കാര്യം പറഞ്ഞെന്ന് കേട്ടോ. സമദൂര സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ അപ്പ കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്നതാണ്. എത്രയോ കറക്റ്റായിട്ടുള്ള ഒരു ഡെഫിനിഷൻ നോക്ക്. അതാണ് ഇപ്പം നമ്മൾ ഇപ്പം കാണുന്നത്. എന്താണെന്നറിയോ? മോളെ അല്ലെ മരുമോനെ രക്ഷിക്കേണ്ടതായിട്ട് വരുമ്പോൾ ഇവരെ കഴിഞ്ഞ് വെളിയിറങ്ങും. ആരെയാ എന്താന്ന് ഞാൻ പറഞ്ഞില്ല, കാരണം അതിന് തെളിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇതുപോലെ ഓരോരുത്തർ ഇപ്പോൾ വെള്ളാപ്പള്ളിയും കൊണ്ട് നടക്കുകയാണ് കെട്ടിപ്പിടിച്ചുകൊണ്ട്. കാരണം വെള്ളാപ്പള്ളിയെ കൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ആവശ്യമുണ്ട്. അതുപോലെ മുഖ്യമന്ത്രിയെ കൊണ്ട് വെള്ളാപ്പള്ളിക്ക് ആവശ്യമുണ്ട്. കാരണം ഇഷ്ടം പോലെ വേണമല്ലോ. കേസിലെ പ്രതിയെ കൊണ്ടാണ് പോയേക്കുന്നത്. അതേപോലെ തന്നെ സുകുമാരൻ നായർക്ക് ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി കൊണ്ട് ആവശ്യം കാണും. എന്താന്ന് ഞാൻ പറയുന്നില്ല, കാര്യം എന്താന്ന് ജനങ്ങൾക്കറിയാം. അത് അവർ തീരുമാനിച്ചാൽ മതി, ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ അതാണ് ഇപ്പോഴത്തെ ഈ അന്വേഷണം ഒന്നും ഒരിക്കലും നടക്കത്തില്ല എന്ന് ഞാൻ പറയാൻ കാരണം.